Hello, good morning. Good morning, students. Good morning, sir. Okay, audible ആണല്ലോ അല്ലേ? കേൾക്കാമോ? Welcome, sir. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം ആണ് ചെയ്തത്. അതായത് ഡയറക്റ്റ് റേഞ്ച് ഈസ് ഈക്വൽ ടു 3 times മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ റിലേഷൻ വെച്ചിട്ട് വി ഓൾറെഡി നോ ദ ഇക്വേഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി ആണ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ദെൻ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് എച്ച് ആണ്. ഹൈറ്റ് എച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. അതാണ് മാക്സിമം ഹൈറ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടൈലിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി ആൻഡ് ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വി ഫൗണ്ട് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അപ്പൊ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് സച്ച് ആൻ ആംഗിൾ ദാറ്റ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 3 times ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ്. എപ്പോഴാണോ ഹൊറിസോണ്ടൽ റേഞ്ച് 3 times ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് ആവുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 53.1 വരുമ്പോഴാണ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ഹൈറ്റിനെക്കാട്ടിലും 3 ഇരട്ടി ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആ ആംഗിളിൽ നമുക്ക് ഏത് എടുത്തു കഴിഞ്ഞാലും, ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഇത് തന്നെയാണ് വരുന്നത്, ആംഗിൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത്, എ പ്രൊജക്ടൈൽ ഫയർഡ് ഫ്രം ദ എഡ്ജ് ഓഫ് എ 150 meter ഹൈ ക്ലിഫ് with an initial velocity of 180 meter per second at an angle of elevation of 30 degree with the horizontal. Neglecting air resistance, find the greatest elevation above the ground reached by the projectile. Second. To the point. Where projectile strikes the ground. ഇപ്പോൾ വോയിസ് ഇത്തിരി ലോയാ സാർ. ഹലോ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഇഷ്യൂ ഉണ്ടോ? ഹലോ, ഓക്കെ, ഇപ്പൊ വ്യക്തമായിട്ട് കേൾക്കാമോ? ഓക്കെ ആയില്ലേ? അപ്പൊ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. എ പ്രൊജക്ടൈൽ ഫയർഡ് ഫ്രം ദ എഡ്ജ് ഓഫ് എ 150 meter ഹൈ ക്ലിഫ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 180 meter per second. 180 meter per second-ലാണ് നമ്മൾ ക്ലിഫിൽ നിന്നാണ് ഇതിനെ ഫയർ ചെയ്യുന്നത്. ഒരു പ്രൊജക്ടൈലിനെ ഫയർ ചെയ്തിരിക്കുന്നത് 180 meter per second ഫ്രം ദ എഡ്ജ് ഓഫ് എ ക്ലിഫ്. ക്ലിഫ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിഫിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 150 meter ആണ് ഹൈറ്റ് ഓഫ് ദ ക്ലിഫ്. Then it is projected with a velocity of 180 meter per second at an angle of 30 degree with the horizontal. So the projectile is making an angle of 30 degree with the horizontal while projecting. Projecting സമയത്ത് 30 degree horizontal ആയിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. Neglecting air resistance, find the greatest elevation above the ground reached by the projectile. ഏറ്റവും കൂടുതൽ ഹൈറ്റ് എത്തുന്ന എത്ര ഹൈറ്റിൽ എത്തും? ഏറ്റവും മാക്സിമം ഹൈറ്റ് എത്രത്തോളം എത്തും? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഹൈറ്റ് ആണ് കിട്ടുന്നത്. അതായത് 150 മീറ്ററിന്റെ മുകളിലേക്കുള്ള ഹൈറ്റ് ആണ് നമുക്ക് ആ ഇക്വേഷൻ പ്രകാരം കിട്ടുന്നത്. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ h+150 വരും. എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. എച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. അത് എത്രയാണ് വരുന്നത്?
അതായത് 150 മീറ്റർ പ്ലസ് h. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗൺ ടു ദ പോയിന്റ് വേർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. അതായത് ഗണ്ണിൽ നിന്ന് നമുക്ക് എവിടെ നിന്നാണോ ഫയർ ചെയ്യുന്നത് അവിടെ നിന്നും നമുക്ക് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇതാണ് ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയേ എങ്ങനെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വാട്ട്സ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ? മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ h എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ചെയ്യണോ ഞാൻ? പനിയെ ചെയ്തൂടെ? പനിയെ ചെയ്യാടെ? ട്രൈ ചെയ്യാം. ഓക്കെ. ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അശ്വിൻ ജോയ്, what's the equation for finding out the greatest height of a projectile? Maximum height of a projectile കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അശ്വിൻ ജോയ്. അശ്വിൻ ജോയ് കേൾക്കുന്നില്ലേ? അശ്വിൻ ജോയ് ഓൺലൈനില്ലേ? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ആ, ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ. sin square alpha by 2g. ഓക്കെ, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക, h കണ്ടുപിടിക്കുക. ഓക്കെ, h ഫ്രം ദ ഹൈറ്റ് ഫ്രം ദ ക്ലിഫ് ആണ് നമുക്ക് കിട്ടുക. sin square alpha by 2g വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? We will get the height above the cliff ആണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. യുവിന്റെ വാല്യൂ അറിയാം, 180 മീറ്റർ പെർ സെക്കൻഡ്. തീറ്റയുടെ വാല്യൂ അറിയാം, തീറ്റ അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. നമ്മൾ ആൽഫ എന്നാണ് പറഞ്ഞത്, യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g ആണ്. ജിയുടെ വാല്യൂ 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് എബവ് ദ ക്ലിഫ്, ദെൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എലിവേഷൻ ഫ്രം ദ ഗ്രൗണ്ട്. ടോട്ടൽ എലിവേഷൻ എന്താണ്? 150 പ്ലസ് h. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗൺ പോയിന്റ്, അതാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയോ വാല്യൂ? വാല്യൂ കിട്ടിയോടെ? വാട്ട്സ് ദ വാല്യൂ ഓഫ് h? ന്റെ വാല്യൂ എത്ര വന്നു? ആർക്കും കിട്ടിയില്ല, ചെയ്തു നോക്കുന്നില്ലേ? ചെയ്തു നോക്കുന്നുണ്ടോ? വാല്യൂ ഓഫ് h എത്ര വന്നു? h is equal to q squared sin squared alpha by 2g. അതല്ലേ h? എത്ര വന്നു? അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്തിക്കുക. h is equal to u square sin square alpha by 2g, r is equal to u square sin 2 alpha by g. sin squared alpha by 2g ആണ് h, sin 2 alpha by g ആണ് range, horizontal distance. Then t is equal to 2u sin alpha by g.
ടോട്ടൽ ടൈം. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കണം എപ്പോഴും. ഇവിടെ നമുക്ക് ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട. വി ജസ്റ്റ് നീഡ് ദ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. എത്ര വന്നു വാല്യൂ? 412.84 meter. 412.84 meter. meter. ഓക്കെ, 412.84 meter. ഓക്കെ, വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും വാല്യൂ വേറെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. അതായത് 180 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. അത് വെച്ച് നമുക്ക് 412.84 അതാണ് വാല്യൂ വന്നത്. എല്ലാവർക്കും സെയിം തന്നെയാണോ? ചെയ്ത് നോക്കിയോ? നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നതല്ലേ? ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ഓരോ മോഡ്യൂളിൽ നിന്നും ടെസ്റ്റ് ഇടും. ആ ടെസ്റ്റ് പ്രകാരം മാത്രമേ ഞാൻ ഇന്റേണൽ എൻട്രി ചെയ്യുള്ളൂ. ഓരോ ക്ലാസ്സിലും നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും, എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാം പ്രിപ്പയർ ആയിട്ട് വരണം. നമ്മൾ എടുത്ത മോഡ്യൂൾസ് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വരണം. അതിന്റെ പ്രകാരം മാത്രമേ ഇന്റേണലും അറ്റൻഡൻസും മാർക്ക് ചെയ്യുള്ളൂ. അറ്റൻഡൻസിന്റെ ലെക്ചർ നോട്ട് കൂടി നോക്കും. അതുകൂടാതെ ലെക്ചർ നോട്ട് സബ്മിഷനും ക്ലാസ് എത്ര പേര് ഫോളോ ചെയ്തു എന്നുള്ളത് അറിയണമല്ലോ. ഓക്കെ, എത്ര വന്നു ഹൈറ്റ്? ഹൈറ്റ് എല്ലാവർക്കും ഇത് വന്നോ? 413 വന്നോ? 412.8. ഓക്കെ, 412.8 അല്ലെങ്കിൽ 413, അറൌണ്ട് 413 വരും. ഓൾമോസ്റ്റ് ഈക്വൽ ടു 413 വരും. Then what's the total height from the ground? Total height from the ground. Total height from the ground എങ്ങനെ കണ്ടുപിടിക്കാം? Total height from the ground എങ്ങനെയാണ്? h ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. h എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്. h എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? h എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഏതാണ്? ദിസ് ഈസ് h, ബട്ട് വി നീഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതും കൂടി ആഡ് ചെയ്യണം. സോ 150 പ്ലസ് h ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ മാക്സിമം ഹൈറ്റ് 150 പ്ലസ് h. ഓക്കെ, അതെങ്ങനെ കിട്ടും? 150 പ്ലസ് h. സോ ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 150 പ്ലസ് h. That is equal to എത്ര വന്നു? 412.84 പ്ലസ് 150 എത്ര വരും? 562.84 മീറ്റർ. കിട്ടിയോ വാല്യൂ? വാല്യൂ കിട്ടിയോ? ഈ വാല്യൂ ആണ് കിട്ടുന്ന എല്ലാവർക്കും? ഓക്കെ, ടോട്ടൽ ഹൈറ്റ് 562.8 വരും. നെക്സ്റ്റ് ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സെക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് horizontal distance from the gun to the point where the projectile strikes the ground. That is, we need to find out r. ഈ ഡിസ്റ്റൻസ് r. നമ്മൾ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യു സ്ക്വയർ സൈൻ ടു ആൽഫ ബൈ ജി പറഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ബി ഗെറ്റിംഗ് ദിസ് മച്ച് ഡിസ്റ്റൻസ്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് വരും. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഡിസ്റ്റൻസേ കിട്ടുള്ളൂ. ബട്ട് വി നീഡ് ദിസ് ഡിസ്റ്റൻസ്. നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഓൺലി ബി ഗെറ്റിംഗ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ് ഫ്രം ദ ക്ലിഫിന്റെ ടോപ്പിൽ നിന്നുള്ള ഒറിജിനൽ ഡിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. ഗ്രൗണ്ട് വരെയുള്ളത് കിട്ടില്ല. അപ്പോൾ ഗ്രൗണ്ട് വരെയുള്ളത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മതിയോ? ഈ ഡിസ്റ്റൻസ് ആണോ വേണ്ടത്? ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഞ്ചിന്റെ ഇക്വേഷൻ. യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ യു സ്ക്വയർ സൈൻ ടു ആൽഫ ബൈ ജി എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത് ആ ഇത് വെച്ചിട്ടാണ്. നമുക്ക് വേണ്ടത് റേഞ്ച് എന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗൺ ടു ദ പോയിന്റ് വേർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. നമുക്ക് 6 ആണ് വേണ്ടത്. ഇതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് കൂടി വരുന്നത്, ഈ ഡിസ്റ്റൻസ് കൂടി ചേർന്നാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാടെ? എനി ഐഡിയ ഫോർ ഫൈൻഡിങ് ഔട്ട് ദിസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഹലോ എങ്ങനെ കണ്ടുപിടിക്കാം?
കേൾക്കുന്നുണ്ടോ? നിതിൻ തോമസ്, ഇങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഹൈറ്റ്. VT ആണോ? എങ്ങനെ എടുക്കാം? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഒരു ഹൈറ്റ് വരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് h ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? T = 2u sin alpha by g ആണ് ടോട്ടൽ ടൈം. അതായത് ഈ ഒരു ഹൈറ്റ് വരെ പോയി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് 2u sin alpha by g. അപ്പൊ അതിന്റെ പകുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ T1 എന്ന് പറയുന്നത് u sin alpha by g, where T1 is equal to T/2. പകുതി സമയം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുക്കാൻ T എടുത്തു, ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എത്താൻ വേണ്ടി T എടുത്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എത്താൻ വേണ്ടി എടുത്ത ഹൈറ്റ് ആണ്, ഈ ഹൈറ്റ് എത്താൻ വേണ്ടി എടുത്ത ടൈമാണ് T/2, ദാറ്റ് ഈസ് T1. സോ T1 എന്ന് പറയുന്നത് പകുതി ഹൈറ്റ് വരെ എത്താൻ വേണ്ടിയിട്ടുള്ള, അതായത് ആ പകുതി ഹൈറ്റ് അല്ല, ഹൈറ്റ് വരെ h ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ് നമ്മൾ പറയുന്നത്. h ഹൈറ്റ് വരെ ഈ ഒരു ഹൈറ്റ് വരെ എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈം എടുക്കുന്നു. ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. കാരണം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് r = u² sin 2 alpha by g എടുത്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കിട്ടില്ല, ഗ്രൗണ്ട് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടൈം എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് പകുതി നമ്മൾ ക്ലിഫിൽ നിന്ന് മുകളിലേക്ക് എറിയുമ്പോൾ മുകളിൽ വരെ എത്താൻ വേണ്ടി എടുത്ത ടൈമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ, ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ to reach, time taken by the projectile to reach maximum height. Maximum height, h max, h പറഞ്ഞ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നതാണ് T1, that is equal to T/2, that is equal to 2u sin alpha by g ആണ് നമ്മളുടെ T എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ u sin alpha by g. equal to T1, that is equal to T/2, that is equal to u sin alpha by g. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊജക്റ്റില് താഴെ നിന്നിങ്ങനെ ഗ്രൗണ്ട് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു, മുകളിലേക്ക് എറിഞ്ഞ് താഴെ വരെ എത്തുന്നു. ഇതാണ് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈറ്റ് ഇവിടെ പകുതി വരെ നീങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമാണ് T1, ഇതാണ് T2 ടൈം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റ് നെഗ്ലക്ട് ചെയ്യണമെങ്കിൽ, ഹൈറ്റ് ഓഫ് ദ മാൻ നെഗ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൗണ്ട് വരെയുള്ള ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലിഫൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലിഫിൽ നിന്നാണ് മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലിഫിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിഫ് ഓൾറെഡി ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അത്രയും ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ഗ്രൗണ്ടിലേക്ക് വീഴുന്നത്. അപ്പം T1 and T2 എന്ന് പറയുന്നത് ഇതാണ്. T is equal to T1 plus T2, that is equal to 2u sin alpha by g. അപ്പോൾ T1 എന്ന് പറയുമ്പോൾ T1 ഉം T2 സെയിം തന്നെയാണ്. കാരണം T1 എന്ന് പറയുന്നത് ഈ ഇവിടെ തൊട്ട് ക്ലിഫിന്റെ ഇവിടെ തൊട്ട് മാക്സിമം ഹൈറ്റ് വരെ എത്താൻ എടുത്ത സമയം. ഓക്കെ, ഇതാണ് മാക്സിമം ഹൈറ്റ് h എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഹൈറ്റ് ഉണ്ട് 150 മീറ്റർ ക്ലിഫിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ T1 ഉം T2 സെയിം തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
T1 is equal to u sin alpha by g. അതായത് മാക്സിമം ഹൈറ്റ് വരെ എത്താൻ വേണ്ടി സമയമാണ് u sin alpha by g. അതിനുശേഷം ഈ കല്ല് താഴേക്ക് വീഴാൻ എടുത്ത ടൈം ഉണ്ട്, അതിന് നമ്മൾ പറയുന്നുണ്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അപ്വേർഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്വേർഡ് ടു മാക്സിമം ഹൈറ്റ് u sin alpha by g. അതായത് നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു, മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം കണ്ടുപിടിച്ചു. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദിസ് വാല്യൂ u sin alpha by g. മാക്സിമം ഹൈറ്റ് എടുക്കാനുള്ള ടൈം t1 കിട്ടി. t1 കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് t1. ദെൻ ഇനി നമ്മൾ അടുത്തത്, നമ്മൾ ക്ലിഫിന്റെ മുകളിൽ നിൽക്കുകയാണ് അല്ലേ. ക്ലിഫിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞേക്കുന്നത് അല്ലേ. ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ക്ലിഫ്. ഇവിടെ നിന്നാണ് കല്ല് എറിഞ്ഞത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ടൈം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു t1. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് താഴേക്ക് വരാനെടുത്ത ഈ ഒരു ഹൈറ്റ് താഴേക്ക് വീഴാനെടുത്ത വെർട്ടിക്കൽ ഹൈറ്റ് താഴേക്ക് വീഴാനെടുത്ത ടൈം. ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം t2. സപ്പോസ് t2 നമ്മൾ കൊടുക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് t2 is the time taken by projectile to reach the ground from maximum height. മാക്സിമം ഹൈറ്റ് നിന്നും ഗ്രൗണ്ട് വരെ എത്താനുള്ള സമയം t2 ആണ് എന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് t2? t2 നമുക്ക് എങ്ങനെ എഴുതാം? t2 is equal to എങ്ങനെ എഴുതാം? t2 എത്ര വരും? t2 ഏത് ഇക്വേഷൻ കൊടുക്കാം t2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? കാരണം അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട t2 എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. വെർട്ടിക്കൽ ഹൈറ്റിന് എടുക്കുന്ന ടൈമാണ്. ദാറ്റ് ഈസ് s is equal to ut plus വെർട്ടിക്കൽ ഹൈറ്റ് ഫോളോ ചെയ്യാനുള്ള ടൈം. s is equal to ut plus half gt square. s is equal to എത്രയാ? 150 plus h. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഈ ഡിസ്റ്റൻസ് 150 plus h ആണ് ഈ ഡിസ്റ്റൻസ്. ഇത്രയും ഹൈറ്റിലാണ് താഴേക്ക് വീഴേണ്ടത്. ദാറ്റ് ഈസ് 150 plus h എന്ന് പറയുന്നത് എത്രയാ? 562.84. u എത്ര വരും? u is equal to 0. കാരണം മാക്സിമം ഹൈറ്റ് എത്തിയതിന് ശേഷം പിന്നെ ഫ്രീ ഫോൾ എന്നുള്ള രീതിയിലാണ് വീഴുന്നത്. മാക്സിമം ഹൈറ്റ് എത്തിയതിന് ശേഷം ആ കല്ല് ഫ്രീ ഫോൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ വന്ന് വീഴുന്നത്. അപ്പോൾ u is equal to 0 ആണ്. ദെൻ ബാക്കി g 9.81 ആണെന്നുള്ളത് അറിയാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് t കണ്ടുപിടിക്കാൻ പറ്റും. സോ s is equal to ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 562.84 is equal to half gt square implies ഇതാണ് t2 implies t2 is equal to 2 into 562.84 divided by 9.81 the whole square root. ഇത് t2 കണ്ടുപിടിക്കാം. Find out t2. Find out t2. t2 കണ്ടുപിടിച്ചേ. t1 കണ്ടുപിടിച്ചോ? t1 ന്റെ വാല്യൂ എത്ര വന്നു? t1 ന്റെ വാല്യൂ എത്ര വന്നു? t1 ന്റെ വാല്യൂ എത്ര വന്നേ? 9.174. ഓക്കെ, 9.174 seconds. t2 അതിനെ കണ്ടുപിടിക്കുക. t2 എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മൾ സ്റ്റോൺ നമ്മൾ ക്ലിഫിന്റെ മുകളിൽ നിന്ന്, ക്ലിഫ് ഞാൻ ഒന്നുകൂടി വരച്ചിട്ട് പറഞ്ഞുതരാം. ക്ലിഫ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട്, ക്ലിഫ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ,
ക്ലിഫിന്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റോൺ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ അത് ഈ ഒരു പാത്തിലായിരിക്കും വന്ന് വീഴുന്നത് അല്ലേ, ഇങ്ങനെ ആയിരിക്കും വന്ന് സ്റ്റോൺ വന്ന് വീഴുന്നത്. അപ്പോൾ സ്റ്റോണിന്റെ ട്രാജക്ടറി ഞാൻ കളർ കാണിക്കാം. സ്റ്റോൺ ഇങ്ങനെ എറിയുമ്പോൾ ഈ റെഡ് കളറിൽ പോകുന്ന സ്റ്റോണിന്റെ ട്രാജക്ടറി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ പാർട്ടികൾ അതിനകത്ത് ഈ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം ദ എഡ്ജ് ഓഫ് എ 150 മീറ്റർ ഹൈറ്റ് ക്ലിഫ്. അപ്പൊ ക്ലിഫിന്റെ ഹൈറ്റ് നമുക്കറിയാം 150 മീറ്റർ. മാക്സിമം ഹൈറ്റ് നമ്മൾ എച്ച് കണ്ടുപിടിച്ചു, ടോട്ടൽ ഹൈറ്റ് കിട്ടി. അതിനുശേഷം നമ്മൾ T1 കണ്ടുപിടിച്ചു. അതായത് ഈ ഒരു മാക്സിമം ഹൈറ്റ് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത ടൈമാണ് T1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് T2 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് താഴെ വരെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത ടൈമാണ് T2. ആ T2 നമുക്ക് കിട്ടുന്ന മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് താഴേക്ക് ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെർട്ടിക്കൽ ഫ്രീ ഫോൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ S=UT + ½ GT² ആണ് ഒരു വെർട്ടിക്കൽ ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ മുകളിൽ നിന്ന് വീഴുമ്പോൾ. അപ്പോൾ അതിനകത്ത് U=0 ആണ്. U=0 വരുമ്പോൾ നമുക്ക് ടൈം T2 കണ്ടുപിടിക്കാൻ പറ്റും. U=0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S എത്ര വരും? S=H + 150. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? H + 150 ആണ് ടോട്ടൽ ഹൈറ്റ്. അപ്പൊ H + 150 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 562.84 ആണ് H + 150 എന്ന് പറയുന്നത്. S= എത്രത്തോളം ഡിസ്റ്റൻസ് വെർട്ടിക്കലി താഴേക്ക് ഫോൾ ചെയ്യണം? ഫ്രീ ഫോൾ എത്രയാണ്? 562.84 ആണ് ഫ്രീ ഫോൾ വരുന്നത്. U=0 ആണ്. അത് വെച്ചിട്ട് നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് 562.84 ½ GT2². അതെന്തുകൊണ്ട് വന്നു? കാരണം U=0 ആയപ്പോൾ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോയി, ഫ്രീ ഫോൾ ആയതുകൊണ്ട്. അപ്പൊ ½ GT² മാത്രമേ ഉള്ളൂ. അതിന് T = 2 × √2 × 562.84 / 9.81. അതിന് വാല്യൂ ഓഫ് T2 കിട്ടും. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ടൈം is T = T1 + T2. ക്ലിയർ ആണോ? വ്യക്തമാണോ സംഭവം? ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ എത്താനുള്ള ടൈം, പകുതി ഡിസ്റ്റൻസ് എടുക്കാനുള്ള ടൈം T1 കണ്ടുപിടിച്ചു. ബാക്കി താഴെ ഗ്രൗണ്ടിലേക്ക് വീഴാൻ എടുത്ത ടൈമാണ് T2. T1 + T2 ആണ് ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം കിട്ടി. നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി, കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. അതായത് 180 m/s ആണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി, അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എടുക്കുക. അത് കഴിഞ്ഞ് ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് = ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് കിട്ടും. ഇത് നോട്ട് ചെയ്തോ? ടോട്ടൽ ടൈം എത്ര വന്നു? T2 എത്ര വന്നേ? T2 that's the value of T2. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? T2 ന്റെ വാല്യൂ 4046. 3.4046. ഈ വാല്യൂ ആണ് എല്ലാവർക്കും വന്നേ. T2 തെറ്റാണല്ലോ. 10.71 ആണ്. 10.712. Yes. 10.71. 10.71 സെക്കൻഡ്. സോ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും? അതായത് T1 പകുതി ഹൈറ്റ് വരെ, അതായത് ഈ പകുതി ഹൈറ്റ് അല്ല, നമ്മുടെ ആ ഒരു മാക്സിമം ഹൈറ്റ് വരെ എത്താൻ എടുത്ത ടൈം T1, ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാൻ എടുത്ത ടൈം T2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ടൈം കിട്ടുന്നത്. കല്ല് ക്ലിഫിന്റെ മുകളിൽ നിന്ന് ഗ്രൗണ്ട് വരെ എത്താൻ എടുത്ത ടോട്ടൽ ടൈമാണ് ഈ പറയുന്നത്. 9.174 + 10.71 മാക്സിമം ടൈം എടുത്തത് കിട്ടും. ഇനി ഈ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം എത്രയാണ്? 19.88 സെക്കൻഡ്സ്. ഓക്കെ, ഈ ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള
വെലോസിറ്റി നമുക്കറിയാം. എന്താണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? അടുത്ത ഹൊറിസോണ്ടൽ വെലോസിറ്റി ക്ലിഫിൽ നിന്ന് നമ്മൾ എടുത്തെറിയുന്നു വിചാരിക്കാം. ക്ലിഫിൽ നിന്ന് പ്രൊജക്ടൈലിനെ ഫയർ ചെയ്തു. ഓക്കെ, പ്രൊജക്ടൈലിനെ ഫയർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? വാട്ട് ഈസ് ദിസ് വെലോസിറ്റി? ഇനിഷ്യൽ വെലോസിറ്റി u is equal to 180 meter per second തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക, 180 meter per second എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി കണ്ടോ, 180 meter per second ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് രണ്ട് കോമ്പണന്റ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണന്റും ഉണ്ട്, ഒരു വെർട്ടിക്കൽ കോമ്പണന്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഈസ് 180 cos തീറ്റ, വേർ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? തീറ്റ നോക്കി എത്രയാണ് വന്നേക്കുന്നത്? 30 ഡിഗ്രി. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ 180 cos 30 ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. 180 cos 30 ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റി 180 sin 13 വരും. കാരണം തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആയിരിക്കും. തീറ്റയോട് ചേർന്ന ഏതാണ്? തീറ്റയോട് ചേർന്ന 180 ആറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ആണ്. 180 cos 30 ആണ് നമുക്കിവിടെ വരിക അല്ലേ. ദിസ് ഈസ് 180 cos 30. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, നമുക്ക് ടോട്ടൽ ടൈമും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ velocity is equal to 180 cos 30. We know that velocity is equal to speed or velocity is equal, we know that speed or velocity, we know that speed or velocity is equal to distance by time. Again, the distance implies distance is equal to distance is equal to velocity into time. ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? 180 cos 30 ഇൻറ്റു ടൈം എത്രയാണ്? 19.88. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യും. is equal to 180 cos 30 into 19.88. ടോട്ടൽ ടൈം കണ്ടുപിടിച്ചു. ടോട്ടൽ വെലോസിറ്റി നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്കറിയാം, 180 cos 30 തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ചെയ്തോ? കാൽക്കുലേറ്റ് ചെയ്തോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ? മൊത്തത്തിൽ ഒന്നുകൂടി പറയണോ? അവിടെ ഫോളോ ചെയ്തോ? ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്, പ്രത്യേകിച്ച് ആ സെക്കൻഡ് ഹാഫ്, അതായത് ടൈം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നത്. പെട്ടെന്ന് നമ്മൾ u² sin 2 ആൽഫ g ബൈ g എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിഫിൽ നിന്ന് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എടുക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ക്ലിഫിന്റെ ലെവലിൽ നിന്ന് താഴേക്ക് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കാം. മനസ്സിലായോ? ഇത് ഒന്നുകൂടി പറയണോ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്ന പറയണോ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു എല്ലാവരും? അബ്ദുൽ ബാസിത്ത് ഫോളോ ചെയ്തോ? അത് മെത്തേഡ് ഫോളോ ചെയ്തോ? ഓക്കെ,
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ചിലവർക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചമ്മലൊന്നും വിചാരിക്കണ്ട. ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. കാരണം ഈ ടൈപ്പ് പ്രോബ്ലംസ് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. വേറെ വലിയ ബുദ്ധിമുട്ടുകളില്ല. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഇതേ പാറ്റേണിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റിൽ നിങ്ങളുടെ സ്കൂൾ ലെവലിൽ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായാലും പ്രോബ്ലം ചെയ്യാനായാലും എളുപ്പമുള്ളതാണ്. അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. യൂണിവേഴ്സിറ്റി എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വെറുതെ അലസത കൊണ്ട് കളയരുത്. അലസത വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മല നോക്കേണ്ടി വരും. ഇപ്പൊ ഈസി ആയിട്ട് പാസ്സാവാം, പിന്നീട് ബുദ്ധിമുട്ടാവും. എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എളുപ്പമാണ്. ഇനി ഡൗട്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് ഇടാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വോയിസിൽ പറയുകയോ ചെയ്യുക. ഫോളോ ചെയ്ത ആൾക്കാരാണ്. ഫോളോ ചെയ്യാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിച്ചേ പഠിക്കത്തുള്ളൂ. അജിത്ത് ഫോളോ ചെയ്തോ? ആ സർ ഫോളോ ചെയ്തു. അനുപമ? അജിത്തും അനുപമയും ഇന്നലത്തെ ക്ലാസ്സിലില്ലായിരുന്നല്ലേ? ഇല്ല, NSS ഇതിന് പോയിരിക്കായിരുന്നു. ഓക്കെ. അപ്പൊ NSS പോയവർക്ക് അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ക്ലാസ് ഇന്നലെ എടുത്തത് ഒന്ന് നോക്കുക. നോട്ട്സ് ഒക്കെ മേടിച്ച് നോക്കുക. ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതൊക്കെ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. നമുക്ക് അറ്റൻഡൻസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ സർ. ആ ചെയ്ത പ്രോബ്ലംസ് എല്ലാം എടുത്തിട്ട് നോക്കുക. നമ്മൾ പ്രൊജക്റ്റിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഞാൻ കൂടുതൽ സമയം പ്രൊജക്റ്റിൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. പഠിച്ചു വന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് കളയരുത് എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തു. എത്ര വന്നു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 180 cos 30 into 19.88. എത്ര വരും? ഡിസ്റ്റൻസ് എത്ര വരും എന്ന് പറഞ്ഞു. ഒരു അവർ മൊത്തം നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത്. ഹലോ ഹലോ, എത്ര വന്നു വാല്യൂ? 3. കേട്ടില്ല. 3098 മീറ്റർ. കറക്റ്റ്. അതായത് നമുക്ക് അറൗണ്ട് ഒരു കിലോമീറ്റർ പറയുകയാണെങ്കിൽ 3.09 കിലോമീറ്റർ. ഓക്കെ, കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ, ഞാൻ പറഞ്ഞു തരാം. ചമ്മലൊന്നും വിചാരിക്കരുത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. ഈസി പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊജക്റ്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ സെൽഫ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പഠിച്ചതൊക്കെ വെച്ച് നോക്കുക. അതൊക്കെ തന്നെയേ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത്, ഇപ്പൊ ഞാൻ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. PDF വരുമ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയുന്ന ടോപ്പിക് കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഈ മൊഡ്യൂൾ കഴിയും. ഓക്കെ, അതായത് മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അത് ഇൻറ്റു ദ മൊമെന്റം, അതിന്റെ മൂവ്മെന്റ്. ഓക്കെ, നമ്മൾ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത് ഓൾറെഡി ഒരു മൊമെന്റം ഉണ്ട്, അതിന്റെ മൊമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. The motion of a particle of mass m in xy plane is defined by the equation x is equal to, ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ്. ഒരു XY പ്ലെയിൻ ഉണ്ട്, നമുക്ക് X ആക്സിസും Y ആക്സിസും ഉണ്ട്. അതിനകത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി dx ആണ്, വെർട്ടിക്കൽ വെലോസിറ്റി dy ആണ്. അതിന്റെ ലൊക്കേഷൻ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ പറയുന്നത് x is equal to a cos omega t ആണ്.
ആൻഡ് y is equal to b sin omega t ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് അതിന്റെ ലൊക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ പറയുന്നത്. ഇവിടെ എയും ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നീഡ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് മൊത്തം പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. ഒറിജിനുമായിട്ട് റെസ്പെക്റ്റിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുന്ന O ആണ്. ഓയ്ക്ക് റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഒരു പാർട്ടിക്കിളിന്റെ പാർട്ടിക്കിളിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് പാർട്ടിക്കിളിന്റെ ലൊക്കേഷൻ. ഞാൻ ആ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ. അത് കാണാൻ പറ്റുന്നു. അപ്പൊ അതിന് വെലോസിറ്റി Vx ഉണ്ട്, Vy ആണ് വെർട്ടിക്കൽ കോമ്പണന്റ്, Vx ആണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്. അതിന്റെ പാർട്ടിക്കിളിന്റെ ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു y axis is a cos omega t, that is x എന്ന് പറയുന്നതാണ് a cos omega t. with respect to x axis എന്നുള്ള ഡിസ്റ്റൻസ്, that is y എന്ന് പറയുന്നത് b sin omega t ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഇവിടെ നോക്കണ്ടോ, m into vx into y minus vy into x. അതായത് vx ൽ നിന്ന് vx എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ഞാൻ വരച്ച് കാണിക്കാം. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആണ് vx. vx എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആണ്, അല്ലേ? ആണല്ലോ. ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ vx into y ആണ് എക്സ് ആക്സിസ് എന്നുള്ള മൊമെന്റ്. ക്ലിയർ ആണോ? എക്സ് ആക്സിസിൽ നിന്നുള്ള മൊമെന്റ് എന്ന് പറയുന്നത് vx into y, y into x ആണ് y ആക്സിസിൽ നിന്നുള്ള മൊമെന്റ്. ഈ ഒരു വെലോസിറ്റി ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ഒരു വെലോസിറ്റി ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? vx into y and vy into x അതാണ് ഇവിടെ വന്നേക്കുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ്. അത് ഇൻറ്റു എം ആണ് മൊമെന്റ് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അവർ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു, a cos omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നമ്മൾ vx കണ്ടുപിടിച്ചു. എങ്ങനെ vx കണ്ടുപിടിക്കുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. vx is equal to dx by dt, vy is equal to dy by dt. അപ്പോൾ dx x നമുക്ക് ഓൾറെഡി അറിയാം a cos omega t, y നമുക്കറിയാം b sin omega t. a cos omega t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് a omega sin omega t, y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ b sin omega t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ b omega cos omega t. അത് രണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് vx-നും vyക്കും പകരം നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഇൻറ്റു എം അതേപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കോമൺ എടുക്കാം. എ ബി ഒമേഗ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സയൻസ് കോഡ് ഒമേഗ ടി പ്ലസ് കോസ് കോഡ് ഒമേഗ ടി എന്ന് പറയുന്ന ടേം വരും. ഫൈനൽ ഇക്വേഷൻ മൊമെന്റ് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് എം ഇൻറ്റു എ ബി ഒമേഗ എന്നുള്ളത് വരും. അപ്പോൾ കോസും സൈനും ഒന്നും വരില്ല. ആ ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റി. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഈ ഒരു ടേം നിങ്ങൾക്ക് ലാസ്റ്റ് സിലബസിൽ മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ വലിയ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ ഒരു സാധനം മാത്രമായിട്ട് പഠിക്കുക. ലാബ് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് മാത്രമായിട്ടൊന്ന് നോട്ട് ചെയ്യും. ഇത്രയും മൈനസ് എം ഇൻറ്റു എ ബി ഒമേഗ. അപ്പൊ അതൊന്നത്തോടെ ഇതും കൂടി ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് നോട്ട് ചെയ്തേക്കാം. മൊമെന്റ് ഓഫ് മൊമെന്റ് എന്ന ഹെഡിങ് എഴുതുക. അതിനുശേഷം എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക. ദെൻ ഐഡന്റിഫൈ എ പാർട്ടിക്കിൾ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് which is at a distance of x from the y axis and y from the x axis, where x is equal to a cos omega t, y is equal to b sin omega t. അതിന്റെ പാർട്ടിക്കിളിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി vx, വെർട്ടിക്കൽ വെലോസിറ്റി vy. അപ്പോൾ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്താണ് vx ഇൻറ്റു വൈയും vy ഇൻറ്റു എക്സും ആണ് വരുന്നത്. അത് നമ്മൾ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ അതിൽ ഡിഫറൻസ് ഇൻറ്റു എം ആണ്, മാസാണ് നമ്മളുടെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു a cos omega t, y is equal to b sin omega t. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vx ഉം vy കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
we'll get the equation of moment of momentum as minus of m into av omega. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു തിയറി മാത്രം നോക്കി ചെയ്താൽ മതി. പിന്നെ പ്രോബ്ലംസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണം, കാരണം ഓൾറെഡി നമുക്ക് പോലീസിന്റെ പ്രോബ്ലംസും നമുക്ക് ലിഫ്റ്റിന്റെ പ്രോബ്ലവും പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം ഒക്കെ ഈ ഇതിനകത്ത്, പിന്നെ കർവിലിനിയന്റെ മോഷന്റെ പ്രോബ്ലം. കർവിലിനിയ മോഷന്റെ ഒരു പാത്താണ് ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊജക്ടൈൽ മോഷനാണെങ്കിൽ ഏറ്റവും ചാൻസ് കൂടുതലുള്ളത്. കർവിലിനിയ ട്രാൻസ്ലേഷൻ മോഷന്റെ പ്രോബ്ലം ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓൾറെഡി ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ അടുത്ത മൊഡ്യൂളുണ്ട്. അടുത്ത മൊഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, എല്ലാവരും പേരും റോൾ നമ്പറും ചാറ്റ് ബോക്സിൽ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം. താങ്ക് യു. ഓക്കെ സാർ. സാർ ആ